ചില സ്ഥലങ്ങളില് നമ്മൾ മൗനമായിരിക്കുക. അപ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നീ ചില സ്ഥലങ്ങളിൽ മൗനമായിരിക്കുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ചില മേഖലകളിൽ ചലിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനങ്ങൾക്ക് എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നീ വേദനിക്കുന്ന ചില ഇടങ്ങളിൽ, നീ സങ്കടപ്പെടുന്ന ചില സമയങ്ങളിൽ, നീ കണ്ണുനീരൊഴുക്കുന്ന ഇടങ്ങളിൽ ഹന്നേ നീ മൗനമായിരിക്കുക. ആലയത്തിൽ ചെന്ന് മൗനമായിരുന്ന് കരയ. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു വിടുതല് നിന്നെ കാത്തിരിപ്പുണ്ട്. നാളുകളായില്ലേ നിന്റെ സങ്കടവുമായി ഈ വേദനയുമായി ഇന്ന് ഈ ആലയത്തിനകത്ത് കടന്നു വന്ന് കാത്തിരിക്കുന്ന ജനത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ആലയത്തിനകത്തേക്ക് നീ കാലുകുത്തിയപ്പോൾ സങ്കടത്തോടെയാണോ കടന്നു വന്നിരുന്നത്? വേദനയോടെയാണോ നീ കടന്നു വന്നിരുന്നത്? കണ്ണുനീരോടെയാണോ നീ കടന്നു വന്നിരുന്നത്? സ്വർഗം പറയുന്നു, ഇതിനകത്ത് നീ ഇറങ്ങി പോകുമ്പോൾ ഹല്ലേലൂയ, നിന്റെ മുഖം ആദരിക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ശക്തിയോടെ ചലിക്കുകയാ. ഹല്ലേലൂയ, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ ഹല്ലേലൂയ കൊമ്പുകളെ ബഹുമാനത്തോടെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരുടെയൊക്കെ മുന്നിൽ നിന്റെ തല കുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആരുടെയൊക്കെയെങ്കിലും മുന്നിൽ ഹല്ലേലൂയ നിന്റെ തല താന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകല അവരുടെയൊക്കെ മുന്നിൽ നീ ബഹുമാനത്തോടെ നിൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രതികരിക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. മൗനമായിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. പിതാവേ, ഹല്ലേലൂയ. ചില മേഖലകളിൽ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആരും കൂടെയില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച ഖന്നയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം, ഒറ്റപ്പെട്ട അനുഭവം, വീടിനകത്ത് വേദനിക്കുന്ന ഒരു അനുഭവം, വീടിനകത്ത് കണ്ണുനീരൊഴുക്കുന്ന ഒരു അനുഭവം, സങ്കടപ്പെടുന്ന ഒരു അനുഭവം. സ്വർഗം പറഞ്ഞു, ഇല്ല കുഞ്ഞെ, നിന്റെ മുഖത്തെ ഞാൻ ആദരിക്കാൻ പോകുകയാ. നിന്റെ കൊമ്പ് ഞാൻ ബഹുമാനത്തോടെ ഉയർത്താൻ പോകുകയാ.